ഓണത്തോടനുബന്ധിച്ച് തമിഴ്നാട്ടിലെ പച്ചക്കറി മാർക്കറ്റുകളും സജീവമാണ്. ഓരോ ദിവസവും ടൺ കണക്കിന് പച്ചക്കറികളാണ് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്നത്. തമിഴ്നാട്ടിലെ മാർക്കറ്റുകളിൽ പച്ചക്കറികളുടെ വില നിലവാരം എങ്ങനെയെന്ന് നോക്കി വരാം. തേനി ജില്ലയിലെ ചിന്നമന്നൂർ മാർക്കറ്റിൽ നിന്ന് സുബിൻ തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മലയാളികളുടെ ഓണസദ്യക്ക് ആവശ്യമായ പച്ചക്കറികളിൽ അധികവും എത്തുന്നത് അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നാണ്. ഈ ഓണക്കാലം മുന്നിൽ കണ്ട് തമിഴ്നാട്ടിലെ മാർക്കറ്റുകളെല്ലാം തന്നെ സജീവമായിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിലേക്ക് കൂടുതലായി പച്ചക്കറി എത്തിക്കുന്ന തേനി ജില്ലയിലെ ചിന്നമന്നൂരിലുള്ള മാർക്കറ്റിലാണ്. ഇവിടെയും ഈ പച്ചക്കറി വിപണി സജീവമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഈ കേരളത്തിലുള്ള ആളുകളെത്തി ഇവിടെ നിന്ന് പച്ചക്കറി ലേലം വിളിച്ച് കൊണ്ടുപോവുകയായിരുന്നു. ഇന്നും അത് തുടരുകയാണ്. ഇനിയിപ്പോൾ തോട്ടങ്ങളിൽ നിന്ന് കർഷകർ ഇവിടേക്ക് ഈ ലേല കേന്ദ്രങ്ങളിലേക്ക് പച്ചക്കറികൾ എത്തിക്കും. അതിനുശേഷം ഇവിടെ ലേലം വിളി ആരംഭിക്കും. ലേലംവിളിയൊക്കെ ഇങ്ങനെ തകൃതിയായി നടക്കുകയാണ്. പച്ചക്കറികൾക്കൊക്കെ തീ പിടിച്ച വിലയാണ്. പയറിനാണ് ഏറ്റവും കൂടുതൽ വില ഉയർന്നിട്ടുള്ളത്. 100 മുതൽ 120 രൂപ വരെയാണ് പയറിന് ലേലത്തിൽ തുക ഉയർന്നത്. മറ്റ് പച്ചക്കറികളുടെ വില നിലവാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തക്കാളി ബോക്സിന് 200 രൂപ, വെണ്ടയ്ക്ക 70, കോവയ്ക്ക 30, പാവയ്ക്ക 40, ഉള്ളി 60, പച്ചമുളക് 50, അമരച്ചീനി 40, മുരിങ്ങക്കായ 30 എന്നിങ്ങനെ വരെ ലേലത്തിൽ വിലയുയർന്നു. അതോടൊപ്പം ക്യാബേജ്, ക്യാരറ്റ്, ബീട്രൂട്ട്, പടവലം ഉൾപ്പെടെയുള്ള പച്ചക്കറികൾക്കും 40 രൂപ മുതൽ 60 രൂപ വരെയാണ് വില ഉയർന്നിട്ടുള്ളത്. കേരളത്തിലേക്ക് എത്തുമ്പോൾ ഈ പച്ചക്കറികളുടെ എല്ലാം തന്നെ വില ഇരട്ടിയാകുമെന്നുള്ളതാണ് വസ്തുത. ஓணம் இந்த மார்க்கெட்டில் இன்றைக்கி கொஞ்சம் ஜாஸ்தியாக தான் போயிட்டுருக்கு. ரேட்டெல்லாம் ரொம்ப ஜாஸ்தியாக தான் போயிட்டுருக்கு. அச்சிங்கா பேர் 100 ருபீஸ் போயிட்டுருக்குண்ணா. மற்ற ஐட்டங்கள்லாம் ஒன்றும் அவ்வளோலாம் இல்லைண்ணா. அப்போ விட இப்போ கொஞ்சம் அளவாக தான் உண்டு. ஆட்களுமே அளவாக தான் உண்டு. ஒன்றும் അന്തളവൊക്കെ ഇല്ല ഇന്ന ടൈം ഓണം വന്ന്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ പച്ചക്കറികൾക്ക് വില കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ലേലകേന്ദ്രങ്ങളിൽ നിന്നുള്ള ആളുകളും പറയുന്നത്. അതിനവർ പ്രധാനമായും പറയുന്ന കാരണം എന്നുള്ളത് തമിഴ്നാട്ടിലെ 5 ജില്ലകളിലേക്ക് വെള്ളം എത്തിക്കുന്നത് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നാണ്. കേരളത്തിൽ മഴ കുറഞ്ഞതും മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് വെള്ളം എത്താതിരുന്നതും കൃഷിയെ പ്രതികൂലമായി ബാധിച്ചു. ഇത് ഉൽപാദന കുറവിന് കാരണമായിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ പച്ചക്കറികൾക്കെല്ലാം വില ഉയരാൻ കാരണമെന്നുള്ളതാണ് കർഷകർ ഉൾപ്പെടെ പറയുന്നത്. മുല്ലപ്പെരിയാർ വെള്ളം തന്നെയാണ് ഇതെല്ലാം. ഈ കൃഷിക്കുള്ള ഉപയോഗിക്കുന്ന വെള്ളം എല്ലാം ഇതാണ്. മഴ പെയ്തില്ലെങ്കിൽ ആ വെള്ളം ഇല്ലെങ്കിൽ ഒരു പരിപാടിയില്ല, കൃഷിയില്ല ഇവിടെ. മുല്ലപ്പെരിയാർ വെള്ളമാണ് മെയിനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് എല്ലാവരും. മഴ കുറവായിരുന്നു, മൊത്തത്തിൽ കുറവായിരുന്നു, കൃഷിക്കെല്ലാം വെള്ളം കുറവായിരുന്നു. அதனால தான் ரொம்ப பாதிப்பு. தண்ணி இல்லாததுனால தான் ரொம்ப பாதிப்பாகிருக்கு. காய்கறியே எதுவுமே இல்லாத போய் சாப்பிட்றதுக்கு எதுவுமே காய் இல்லாமல் இருக்கிறனால தான் ரேட்டு அதிகமாகிட்டு இருக்கு. அது ஒரு பிரச்சனை, மெயின் ரீசன் அதான். തമിഴ്നാട്ടിലെ മാർക്കറ്റുകളിൽ പച്ചക്കറികൾക്ക് വില ഉയർന്നതോടെ അതിന്റെ പ്രതിഫലനം എന്തായാലും കേരളത്തിലെ വിപണിയിലും ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ ഇത്തവണയും ഓണക്കാലം മലയാളിയുടെ കൈ പൊള്ളിക്കും. ചിന്നമന്നൂരിൽ നിന്നും സുബിൻ തോമസ്, ജനം, ഇടുക്കി.